നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് ബിൻരാജ്. ഞാൻ എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സിംഗറാണ്. TV റിയാലിറ്റി ഷോയുടെയും അതുപോലെ ഗാനമേള വേദികളിലൊക്കെ പാടി ജീവിക്കുന്ന ഒരാളാണ്. ഭാര്യ, 3 മക്കൾ, 3 ആൺകുട്ടികളാണ്. അമ്മ, ഇതാണ് എൻ്റെ ഫാമിലി. കൃപാസന മാതാവിനെ പറ്റി അറിയുവാൻ ഇടയായ സംഭവം, എൻ്റെ ഭാര്യ 3ാമത് പ്രഗ്നൻ്റായി. ഞാൻ വളരെയേറെ സന്തോഷിച്ചു. കാരണം എനിക്ക് പണ്ട് മുതലേ 3 ആൺകുട്ടികൾ വേണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. പെൺകുട്ടികളെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് 3 ആൺപിള്ളേർ വേണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്താ പറയുക, 5ാം മാസത്തിൽ അറിഞ്ഞു, അനോമലി സ്കാനിങ്ങിൽ അറിഞ്ഞു അവന് ഡയഫ്രമാറ്റിക് ഹെർണിയ. അവൻ്റെ ലെങ്സ് ചെറുതാണ്, മാത്രമല്ല ലെങ്സിനകത്തേട്ട് ആമാശയവും കുടലും എല്ലാം കയറിയിരിക്കുകയാണ്. ചാൻസസ് വളരെ കുറവാണെന്ന് അനോമലി സ്കാനിങ്ങിൽ അറിയിച്ചു. എനിക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യണം എന്നെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാരണം ഞാൻ മരിച്ചു പോകുന്നതിന് തുല്യമായിരുന്നു. എൻ്റെ ഫാദർ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷം. എൻ്റെ ഫാദർ മരിച്ചൊരു ഫീലിങ്സ് ആയിരുന്നു ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ, ചാൻസ് വളരെ കുറവാണ് എന്ന് പറയുമ്പോൾ. കാരണം ഞാൻ 5 മാസം വരെ അവൻ്റെ വയറനങ്ങുന്നുണ്ടോ, ചെറിയ അനക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നത്. കാരണം വളരെ ആഗ്രഹിച്ചിരുന്നു ഞാൻ. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഒരുപാട് സങ്കടപ്പെട്ടു. ഞങ്ങളവിടെ നിന്ന് കരഞ്ഞു. എന്തെങ്കിലും ഒരു നിവൃത്തിയുണ്ടോ ഡോക്ടറെന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം, ഒരു 10-13 ദിവസം നിരീക്ഷണത്തിലിരിക്കട്ടെ, ഒബ്സർവേഷൻ. അതിനുശേഷം ഡോക്ടർ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ സ്കാനിങ് സെൻ്ററായ മെട്രോയിലേക്ക് റെഫർ ചെയ്തു. അതിക്ക് മുമ്പായിട്ട് വല്ലോ ചാൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ തൈക്കാട് ഒരു സീനിയർ ഡോക്ടറെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴും ഈ അനോമലി സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ കുഞ്ഞ് രക്ഷപ്പെടാൻ 25% പോലും ചാൻസ് ഇല്ല. കാരണം ഇത് അമ്മയ്ക്കും കുഞ്ഞിനും കേടാണ്, പെട്ടെന്ന് തന്നെ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്, നിന്ന് കരയല്ലാതെ യാതൊരു നിവൃത്തിയില്ല. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ ചിറ്റയോട് പറഞ്ഞു. എനിക്കങ്ങനെ അധികം ഫ്രണ്ട്സൊന്നുമില്ല. അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്. അമ്മയോടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അമ്മ, എൻ്റെ അമ്മയുടെ അനിയത്തി ചിറ്റ, പിന്നെ വിരളിലുണ്ടാവുന്ന 2-3 സുഹൃത്തുക്കൾ, അവരോടും ഞാൻ പറഞ്ഞു. അപ്പോൾ ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെ ആലപ്പുഴയിൽ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി നിൻ്റെ സങ്കടങ്ങളെല്ലാം നീ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിനക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. അതിനുശേഷം ഞാൻ മെട്രോയിൽ പോയി. എൻ്റെ കയ്യിൽ വീഡിയോ സഹിതം ഇരിപ്പുണ്ട്, എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. കറക്റ്റ് വൈഫിൻ്റെ വയറിൽ സ്കാൻ ചെയ്യണതും ഡോക്ടർ പറയണതും, ഇതവൻ്റെ ചുണ്ട്, ഇതവൻ്റെ കൈ, അവനൊരു കുഴപ്പമില്ല, അവന് ഹാർട്ടിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ബിൻരാജ്, ഈ കുട്ടിക്ക് ലെങ്സ് തീരെ ചെറുതാണ്, കുഞ്ഞിതാണ്, അവിടേക്ക് ആമാശയവും കുടലും കയറിയിരിക്കുകയാണ്, അതുകൊണ്ട് നോ ചാൻസ്, ഇത് അബോർഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കരയും. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. എനിക്ക് ചിരി വന്നാൽ ഞാൻ പെട്ടെന്ന് ചിരിക്കും. ഞാൻ അവിടെ നിന്ന് നിലവിളിച്ചു, ഞാൻ കരഞ്ഞു. ഡോക്ടറുടെ കാല് പിടിച്ച് ചോദിച്ചു, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, താൻ ബാധി ദൈവം ബാധി, പ്രാർത്ഥിക്കുക. കാരണം ഇത് കുട്ടികൾക്ക് വരാറുണ്ട്, പക്ഷേ ഇത് ലെങ്സ് ഒന്നുമില്ല, ലെങ്സൊക്കെ തീരെ ചെറുതാണ്. അവൻ ഡയഫ്രം വളർന്നിട്ടേ ഇല്ല, ഡയഫ്രം ഇല്ല അവന്. പക്ഷേ എപ്പോഴും എൻ്റെ അമ്മയും ചിറ്റയും പറഞ്ഞ കാര്യങ്ങൾ, ഈ കൃപാസന മാതാവിനെ പറ്റി എൻ്റെ മനസ്സിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് ഒരു കോൺഫിഡൻസ് ലെവൽ എവിടെയോ ഒരു ലേശം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു.
ഞാൻ ആ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്, ഡോക്ടർ പറയുന്നതെല്ലാം. അവിടെ വെച്ചൊരു നേഴ്സ് പറഞ്ഞു, പ്രാർത്ഥിക്ക്, മാതാവിനെ പ്രാർത്ഥിക്ക്, കൃപാസനമുണ്ട്, അവിടെ പോ പ്രാർത്ഥിക്ക്. തെളിവുകളുണ്ട്, വ്യക്തമായിട്ട് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ഞാനിവിടെ വന്നു, ഡിസംബർ 6-ാം തീയതിയാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നു, ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല, വലിക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, വൃത്തികെട്ട കണ്ണുകൾ കൊണ്ട് ആരെയും നോക്കാൻ പാടില്ല, അങ്ങനെ കുറേ. അപ്പം എനിക്കിതെല്ലാം സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ കുട്ടിയുടെ സ്കാനിങ് റിപ്പോർട്ട് ഞാൻ അച്ഛനെ കാണിച്ചു കൊടുത്തു. ഇവിടെ വന്ന് അച്ഛനെ കാണിച്ചു കൊടുത്തു. അച്ഛനത് നോക്കി. അച്ഛൻ പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്. സ്കാനിങ്ങിൽ വേറൊരു കാര്യം, ഇവിടെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, മെട്രോയിൽ, നിനക്ക് 2 ആമക്കളല്ലേ ഉള്ളത്, ഇതും ഒരാങ്കൊച്ചാന്ന് മുൻകൂറായിട്ട് എനിക്ക് അറിയാൻ പറ്റി. അതും ഒരു ആങ്കൊച്ച, നീ ഇതിനെ ഞാൻ കളഞ്ഞേക്ക്, നിനക്ക് 2 ആങ്കൊച്ചങ്ങളല്ലേ ഉള്ളൂ. 10-18 ലക്ഷം രൂപ, 10-25 ലക്ഷം രൂപയോളമാവും. എന്നെപ്പോലെ ഒരു സാധാരണക്കാരന്, പാട്ടുപാടി ജീവിക്കുന്ന ഒരു സാധാരണക്കാരന് ഒരിക്കലും 25 ലക്ഷം അല്ലെങ്കിൽ 18 ലക്ഷം ഒന്നും പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാനാവില്ല. പക്ഷേ എന്നാലും ഒരു ധൈര്യം, എൻ്റെ അമ്മയും ചിറ്റയിൽ നിന്നൊരു ധൈര്യം. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, അച്ഛനെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ ഒരു കുഞ്ഞു കുരിശുരൂപം എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് വൈഫിൻ്റെ കൈ കൊടുക്കണം, എപ്പോഴും ദേഹത്തോട് ഒട്ടിയിരിക്കത്തക്ക രീതിയിൽ ചേർത്ത് വയ്ക്കാൻ പറയണമെന്ന് പറഞ്ഞു. അത് ഞാൻ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു. അതുപോലെ ഉപ്പ്, അതുപോലെ തേന്, ഇതെല്ലാം ഞാൻ അവളെ കൊണ്ട് രുചിപ്പിച്ചു. ഞാനൊരു സിംഗറാണ്. എവിടെ പോയാലും, എത്ര വേദികൾ കയറിയാലും, എത്രയെല്ലാം ആളുകളുടെ മുമ്പിൽ പാടിയാലും എനിക്ക് ടെൻഷനായിരുന്നു, കിടുകിടാ വിറയ്ക്കും. ഞാൻ ആ ഒരു കാര്യം ഇവിടെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനപ്പം തന്നെ എൻ്റെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഭാര്യ സ്കാനിങ് എല്ലാം കഴിഞ്ഞു, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഞങ്ങളെ തിരുവനന്തപുരം SAT ഹോസ്പിറ്റലായിട്ട് റെഫർ ചെയ്തു. നിങ്ങൾ SAT പോയി നോക്കാൻ പറഞ്ഞു ഈ മെട്രോയിലെ ഡോക്ടർ. അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ തിരുവനന്തപുരത്തിട്ട് പോവാം. SAT ചെന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ മാതാവേ, എൻ്റെ കർത്താവായ യേശുവേ, എൻ്റെ വൈഫിനോടൊപ്പം അകത്തേക്ക് കയറിയിട്ട് അബോർഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ആ ഡോക്ടർ ഞങ്ങളോട് പറയല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ കുട്ടീനെ എനിക്ക് വേണം, അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചത്. ഡോക്ടർ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് 8-ാം മാസത്തിൽ എനിക്ക് കുഞ്ഞുമാവയുണ്ടായി. അപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് എപ്പോഴും ഹാർട്ട് ബീറ്റ്സ് നോക്കണം, വയറനങ്ങുന്നുണ്ടോ എന്ന് നോക്കണമെന്ന്. കാരണം ഒരു ചാൻസ് പോലും ഇല്ല, ഉള്ളിൽ കിടന്ന് ചിലപ്പോൾ മരിച്ചു വെക്കാം. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും, വിളിച്ച് ചോദിക്കും, എങ്ങനെ അനക്കം ഉണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കും. അങ്ങനെ കുഞ്ഞുമാവ ഉണ്ടായി. ആ ഉണ്ടാവുന്നത് വരെ വളരെ ടെൻഷനായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷെ ഒരു ധൈര്യമുണ്ട്, എൻ്റെ മാതാവ് എനിക്കൊന്നും വരത്തില്ല എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞുമാവ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം 4-ാമത്തെ ദിവസം അവനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവുകയാണ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. ഡോക്ടറും നേഴ്സുമാരെല്ലാം വിളിച്ചു പറഞ്ഞു, അറിയാമല്ലോ ഇതൊരു മേജർ ഓപ്പറേഷനാണ്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ ആ ഓപ്പണിങ് കവാടത്തിൻ്റെ അവിടെ വെച്ച് ഞാൻ എൻ്റെ ഈ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ ഡോക്ടറുടെയും നേഴ്സുമാരുടെയും കൈകളിൽ ഞാൻ തൊടിയിപ്പിച്ചു. എല്ലാവരുടെയും കൈകളിൽ തൊടിയിപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 3-4 മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ ഇറങ്ങി വന്ന് വേർപ്പൊക്കെ കളഞ്ഞിട്ട് പറഞ്ഞു, ഇവൻ്റെ വയറ് കീറിയപ്പോൾ ഇവൻ എങ്ങനെയാണ് ഇതിനകത്ത് ഇത്രയും നാളും ജീവിച്ചത് എന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല. ഇതൊരു അത്ഭുതമാണെന്നാണ് പറഞ്ഞത്, ഭയങ്കര അത്ഭുതമാണെന്നാണ് പറഞ്ഞത്. ഇവനെങ്ങനെയാണ്, ഈ കുട്ടി എങ്ങനെയാണ് ഈ സ്ത്രീയുടെ വയറ്റിൽ ഇത്രയും നാൾ ജീവിച്ചത് ഞങ്ങൾക്കറിയില്ല. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു, പക്ഷേ ഇവിടെ നടന്നതിൽ ഏറ്റവും വലിയ സർജറി ആയിരുന്നു ഈ കുട്ടിയുടെ എന്ന് പറഞ്ഞു. എൻ്റെ മാതാവ് വേറെ ലെവൽ. അതിനുശേഷം അവന് 2 സർജറിയോടെ വേണ്ടി വന്നു. ഇപ്പോൾ അവൻ വളരെ സുഖമായിട്ടിരിക്കുന്നു. അവൻ കമളാനൊക്കെ തുടങ്ങി. എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരികെ തന്നു. ഒരു ക്ലാപ്പ് ചെയ്യും എല്ലാവരും.
മാതാവിനൊരു ക്ലാപ്പ് കൊടുക്കുക. എല്ലാം സത്യമാണ്. എൻ്റെ മൊബൈൽ കിടക്കുക വീഡിയോ സഹിതം. എൻ്റെ മൊബൈലിലാണ് വീഡിയോ സഹിതം, തെളിവാണ്. അന്ന് മുതൽ ഞാൻ കൈ പിടിച്ചുകൊണ്ടിരുന്ന എൻ്റെ മാതാവിനെ ഞാൻ എൻ്റെ കഴുത്തേ കെട്ടി എവിടെ പോയാലും. ഞാനൊരു സിംഗറാണ്. ഏത് അമ്പലത്തിൽ പോയാലും ഏത് പള്ളിയിൽ പോയാലും എവിടെ പോയാലും എൻ്റെ മാതാവിനെ കാണത്തക്ക രീതിയിൽ ഞാൻ ഈ കോളറിൻ്റെ ബട്ടൺ സഹിച്ചിട്ട് ഞാൻ പാടും. പിന്നെ അതവിടെ കഴിഞ്ഞു. എൻ്റെ മാതാവ്, എൻ്റെ നിയോഗം, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരിക എന്നുള്ളായിരുന്നു എൻ്റെ ഒരു നിയോഗം. ഉടമ്പടിയിലെ രണ്ടാമത് സെയിം വോയിസ് ഓഫ് KJ യേശുദാസ് എന്ന് പറഞ്ഞിട്ട് പല റിയാലിറ്റി ഷോകളിൽ നിന്നും എന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. റേഡിയോ മാംഗോ നാട്ടിലെ താരം എന്ന മ്യൂസിക് റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് വിന്നറായിരുന്നു ഞാൻ. ഗന്ധർവ സംഗീതാലാപനം ദാസേട്ടനറ്റ് 50 അതിലെ ഫസ്റ്റ് വിന്നറായിരുന്നു ഞാൻ. ഒരുപാട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ജഡ്ജസ് യൂട്യൂബിൽ അടിച്ചു നോക്കാം, ബിൻരാജ് സിംഗർ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ കാണാം ജഡ്ജസ് യേശുദാസ് ജീവിച്ചിരിക്കുമ്പോൾ യേശുദാസിൻ്റെ വോയിസിൽ ബിൻരാജ് പാടുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള പ്രൈസുകൾ ഒരുപാട് പേര് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതി ഞാൻ ഇറങ്ങിപ്പോരുക ചെയ്തേ. എത്ര ക്രൗഡിൻ്റെ മുമ്പിൽ പാടിയാലും, ഇപ്പം എനിക്ക് 37 വയസ്സുണ്ട്, എത്ര വേദികളിൽ പാടിയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും പാടുമ്പോഴും എനിക്ക് കൈയും കാലും വിറയ്ക്കുമായിരുന്നു. എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അപ്പോൾ പാട്ടുകളെല്ലാം ചെറിയ ചെറിയ രീതികളിലൊക്കെ തെറ്റിപ്പോവായിരുന്നു. പക്ഷേ ഇവിടെ വന്നു ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞു. അച്ഛൻ എൻ്റെ തൊണ്ടയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ കഴിഞ്ഞ സീസണിലെ ഗാനമേളകളിൽ 10-42ഓളം ഗാനമേളകൾ ഞാൻ പാടി, പല ട്രൂപ്പുകളായിട്ട്. ഏത് അമ്പലത്തിൽ പോയാലും ആ അമ്പലത്തിൻ്റെ എവിടെയെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ ഞാൻ സായാഹ്ന പ്രാർത്ഥന ചൊല്ലി, പച്ചത്തിരി കത്തിച്ച് വെച്ച് സായാഹ്ന പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ പാടാൻ കയറുന്നത്. രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥനയും ചൊല്ലും, കറക്റ്റായിട്ട് പ്രയർ എല്ലാം ചൊല്ലി. എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ ബസ്സിലിരുന്നെങ്കിലും, തിരികെ എത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ സമയമില്ലെങ്കിൽ ഞാൻ ബസ്സിലിരുന്നെങ്കിലും ഞാൻ ആ പ്രാർത്ഥന കേൾക്കും. അങ്ങനെ എല്ലാ വേദികളിലും നന്നായി പാടാൻ സാധിച്ചു. ഇത്രയും നാളും പാടിയതുപോലെയല്ല, വേറൊരു ലെവൽ പോലെ എനിക്ക് പാടാൻ സാധിച്ചു. എനിക്ക് ഒരുപാട് നോട്ടുമാലകൾ കിട്ടി. ഒരമ്പലത്തിനകത്ത് വെച്ച് രക്ഷക പാടിപ്പിച്ചു എന്നെ കണ്ട്. പൊന്നാടയിട്ട് അവിടെയുള്ള ആളുകൾ എന്നെ സ്വീകരിച്ചു. പിന്നെ ഒരു വലിയ റിയാലിറ്റി ഷോയിൽ, അതായത് ഇന്നിപ്പോൾ കേരളത്തിൽ നടക്കുന്ന, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിൽ നടക്കുന്ന ഒരു വലിയ റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ ഒരാൾ കൂടെ നിന്ന് എന്നെ ചതിച്ചു. കാരണം ഞാൻ അതിനകത്ത് എലിജിബിളാണ്. എൻ്റെ എല്ലാ ID പ്രൂഫ് കാര്യങ്ങൾ, എൻ്റെ കഴിവുകളെല്ലാം ഞാൻ കാണിച്ചു. ഓക്കെയാണ്, നിങ്ങളെ അവിടെ ഓഡീഷൻ വരെ എത്തിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ എൻ്റെ യാതൊരു ഡീറ്റെയിൽ അവിടെ ചെന്നിട്ടില്ല. അപ്പോഴും ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, നീ ഇത് കണ്ടില്ലേ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ പ്രതീക്ഷിച്ചിരുന്നാണല്ലോ. പക്ഷേ അതിലും വലിയൊരു വേദി എനിക്ക് തന്നു. കോമഡി ഉത്സവത്തിൽ സീസൺ 89 ആണെന്ന് തോന്നുന്നു, 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വന്നിരുന്നു. വളരെ നന്നായി പാടാൻ പറ്റി. ഇതിൽ ആരെങ്കിലുമൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും. വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു. ഞാനൊരു ഡ്രൈവറാണ്, ഫോറും ഹെവി എല്ലാം ഓടിക്കും. പക്ഷേ എവിടെ പോയാലും എന്തെല്ലാം ചെയ്താൽ, ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്, പെയിൻറ്റിങ്ങിന് പോയിട്ടുണ്ട്, വണ്ടി കിളിയായിട്ട് പോയിട്ടുണ്ട്, ഒരുപാട് ജോലികൾക്ക് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എവിടെ പോയാലും എന്തെല്ലാം ചെയ്താലും പാട്ട് പാട്ട് പാട്ട്, സംഗീതം മനസ്സിലുള്ളത് കൊണ്ട് എനിക്ക് സംഗീതത്തിലൂടെ തന്നെ പോകണമെന്നായിരുന്നു. ഞാൻ പ്ലേബാക്ക് സിംഗർ ആവാൻ ഒരുപാട് ആഗ്രഹിച്ച ആളാണ്. പക്ഷേ പ്ലേബാക്ക് സിംഗർ ആവണമെങ്കിൽ അവർ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കണം. പക്ഷേ ഞാൻ ദൈവത്തിന് അതൊന്നും ചെയ്തു കൊടുത്തിട്ടല്ല എനിക്ക് പാടാനുള്ള കഴിവ് തന്നത്. എനിക്ക് ദൈവം തരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. എനിക്ക് പാട്ടിലൂടെ തന്നെ ഒരു ജോലി നേടണം, പാട്ടുമായി ബന്ധപ്പെട്ടൊരു ജോലി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്കിപ്പോൾ അത് റെഡിയായി. എൻ്റെ വിസ വന്നു എന്ന് ഈ 3-4 ദിവസം മുമ്പ് എന്നെ വിളിച്ചറിയിച്ചു. അപ്പോൾ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച എൻ്റെ മാതാവിന്, എൻ്റെ പൊന്നു തമ്പുരാന് എത്ര 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 സ്തുതികൾ പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഒരു 2 വരി. ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെ, കഴുത തൻ്റെ യജമാനൻ്റെ, പുൽത്തൊട്ടി അറിയുന്നല്ലോ
എൻ ജനമേ